അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം ബുഖാരി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബാക്കളുമുള്ള സന്നിധിയിലേക്ക് ഒരു കൂട്ടം ബന്ദികളെ കൊണ്ടുവരികയാണ്. ആ കൂട്ടത്തിലൊരു ഉമ്മയുമുണ്ട്. ഉമ്മ ദീർഘനേരമായി സ്വന്തം മുലകുടി മാറാത്ത കുട്ടിയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരച്ചിലിനൊടുവിൽ അവരെ കുട്ടിയെ കണ്ടെത്തുകയാണ്. കുട്ടിയെ കാണേണ്ട താമസം അവർ കുട്ടിയെ മാറോട് ചേർത്ത് വെച്ച് കുട്ടിക്ക് പാൽ നൽകുന്ന ഒരു സന്ദർഭമുണ്ട്. ഇത് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, ഈ ഉമ്മ സ്വന്തം കുട്ടിയെ തീയിലേക്ക് വലിച്ചെറിയുവാൻ തയ്യാറാകുമോ? സ്വഹാബാക്കൾ പറഞ്ഞു, അള്ളാഹുവാണേ, ആ ഉമ്മക്ക് ഒരിക്കലും അതിന് സാധ്യമല്ല. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറയുകയുണ്ടായി, ലല്ലാഹു അർഹമു ബി ഇബാദിഹി മിൻ ഹാദിഹി ബി വലദിഹ. എങ്കിൽ അള്ളാഹു ഈ ഉമ്മ സ്വന്തം കുട്ടിയോട് എത്രമാത്രം കരുണ കാണിച്ചുവോ അതിലേറെ അള്ളാഹു അവൻ്റെ അടിയാറുകളോട് കരുണയുള്ളവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളെ അറിയിക്കുകയാണ്. വിശ്വാസികളെ, ഇവിടെ നാം ആലോചിക്കേണ്ടത്, നമ്മുടെ ഉമ്മയിൽ നിന്ന് നമുക്കൊരു കാര്യം സാധിച്ചെടുക്കാൻ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ലല്ലോ. എങ്കിൽ ഉമ്മയേക്കാൾ നമ്മെ സ്നേഹിക്കുന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒരു കാര്യം നമുക്ക് ലഭിക്കുവാൻ, അവൻ്റെ സഹായം നമുക്ക് ലഭിക്കുവാൻ, അവൻ്റെ അടുക്കൽ നിന്ന് മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കുവാൻ എന്തിനാണ് നമ്മളൊരു ഇടയാളിനെ സ്വീകരിക്കുന്നത് എന്ന ഗൗരവമേറിയ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഈ ലോകത്ത് ആരേക്കാളും, നമ്മുടെ മാതാപിതാക്കളിലേറെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ, മറ്റാരേക്കാളും, നമ്മുടെ മക്കളേക്കാൾ, കുടുംബത്തേക്കാളെല്ലാം നമ്മെ സ്നേഹിക്കുന്നത്, നമ്മോട് കരുണയോടെ വർത്തിക്കുന്നത് അള്ളാഹുവാണെന്നറിയുക. നമ്മുടെ ഏത് തേട്ടങ്ങളും ഏത് ആവശ്യങ്ങളും യാതൊരു പ്രയാസവുമില്ലാതെ, യാതൊരു മടിയും കൂടാതെ, ഒരു ഇടനിലക്കാരൻ്റെയും സഹായമില്ലാതെ അവനോട് നേരിട്ട് അപേക്ഷിക്കുക. അവൻ ഏറെ കരുണയുള്ളവനും ഏറെ സ്നേഹമുള്ളവനാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു കരുണ ചെയ്യുമാറാവട്ടെ.